നമസ്കാരം. സവിനയം കഥ ആരംഭിക്കട്ടെ. ദ്വാപരയുഗത്തിന്റെ പൊൻതിരശീല വീണു, സർഗമൗനം നിന്നു സർവസാക്ഷി. ഒരു കൊടുങ്കാറ്റിന്റെ തിരയുയർന്നു വീണ്ടും, പ്രണയപയോധി പൊങ്ങി ദ്വാരകയിൽ. കെട്ടുപൊട്ടിയ കൊടുങ്കാറ്റും പേമാരിയും ശാപഭംഗിരമായ നാടിനെ കടുപുഴക്കി ഒഴുക്കാൻ തുടങ്ങി. കരയെങ്ങും കുതിച്ചെത്തുന്ന കൂറ്റൻ തിരമാലകളുടെ ഗർജനങ്ങളിൽ ആയിരങ്ങളുടെ നിലവിളി. അമിതമായ ഐശ്വര്യം കൊണ്ടും അധികാരം കൊണ്ടും അഹങ്കാരികളായ യാദവ വംശം മദ്യലഹരിയിൽ പരസ്പരം തല്ലി മരിച്ചു. ശ്രീകൃഷ്ണൻ തേരാളിയായ ധാരുതനെ പറഞ്ഞയച്ച് അർജുനനെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരുവാൻ ഹസ്തിനത്തിലേക്ക് പറഞ്ഞയച്ചു. അവസാനത്തിന്റെ ആരംഭമായി എന്ന് തിരിച്ചറിഞ്ഞ ഭഗവാൻ കെട്ട വാർത്തകൾക്കൊന്നും കാതോക്കാതെ യമുനാ നദീ തീരത്തെ വനനീലിമയിൽ വടിവൃക്ഷ ചൂണ്ടിൽ വിശ്രമിച്ചു. പ്രിയരെ, ഭാരത ഹൃദയങ്ങളിൽ എക്കാലവും ആനന്ദപൂർണമാക്കിയ പുരാണ പുരുഷൻ ശ്രീകൃഷ്ണന്റെ അന്ത്യയാമങ്ങളിലെ ഹൃസ്പന്ദനങ്ങളും ആത്മവിചാരണകളും അനാവരണം ചെയ്യുന്ന പ്രസിദ്ധ കവി പ്രഭാവർമ്മയ്ക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത മധുര കാവ്യത്തിന്റെ കഥാപ്രസംഗാവിഷ്കാരം ശ്യാമ മാധവം. യുഗധർമ്മമെല്ലാം കഴിഞ്ഞു, മറക്കുവാനരുതാത്ത കഥ വീണ്ടും ഉണരുന്നു നെഞ്ചിൽ. പ്രിയമായതെല്ലാം പരിത്യജിച്ചിടുവാൻ സമയമാകുന്നു, സമയമാകുന്നു, മനസ്സു മന്ത്രിക്കുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എങ്ങു നിന്നോ പാഞ്ഞു വന്ന മുനകൂർത്തമ്പ് ഭഗവാന്റെ പാദത്തിൽ തുളച്ചു കയറി ചീറ്റിയൊടിക്കുന്ന ചോഴി ഒന്നേ നോക്കിയുള്ളൂ. അതാ ഓടി വരുന്നു വില്ലും പിടിച്ച് ഒരു കാട്ടാളൻ. അവൻ കണ്ണനെ കണ്ടു നടുങ്ങി. വിത്താഴെ വെച്ച് കൈ പൂപ്പി കഴിഞ്ഞു. മാപ്പു നൽകൂ മഹാമതേ, മാപ്പു നൽകൂ ഗുണനിധി. മൃഗമെന്നു നീനച്ച് മാധവ, ഹൃദയറിയാതൊരു ദിനചേരി. മാനിന്റെ മുഖമെന്ന് നിലച്ച് അറിയാതെ വിഷമിക്കാതെ പോയിക്കൊള്ളു. നമ്മുടെ മനസ്സിൽ നീയൊരു നിമിത്തം മാത്രം. കഠിന വേദന കൊണ്ട് പിഴഞ്ഞ കണ്ണൻ ഇടുന്ന കിടപ്പിൽ ഒന്ന് കണ്ണടച്ചു. തിരശ്ശീലക്ക് പിന്നിലെ ഗതകാല കഥകളിലെ കഥാപാത്രങ്ങളും ധർമാധർമ്മ ചിന്തകളും അതാ 1000 സൂര്യപ്രഭയോടെ ധർമ്മമൂല്യ പരാഗതനും ശൂരപരാക്രമിയുമായ കർണൻ മുന്നിൽ വന്ന് പരിഹാസിച്ചിരിക്കുന്നു. ധർമ്മ സംസ്ഥാപനത്തിന് ഭൂമിയിൽ അവതരിച്ച യുഗപുരുഷൻ, കർമ്മം ചെയ്യാൻ ധർമ്മം കൈവിടരുതെന്ന് ഉപദേശിച്ച യോഗീശ്വരൻ. യുദ്ധഭൂമിയിൽ മുറിവേറ്റ് വീണത് ഞാനോ സുയോധനനോ ജയദ്രഥനോ അല്ല, ധർമ്മമാണ്, സാക്ഷാൽ ധർമ്മം. ഈ കൗന്ദയനായ കണ്ണ, ധർമ്മനിഷ്ഠനായ താങ്കളോട് നമുക്കെന്നും മനസ്സു നിറയെ ബഹുമാനമായിരുന്നു. അതുകൊണ്ടായിരിക്കും തേർചക്രം ഉയർത്തുമ്പോൾ നിരായുധനായ നമ്മുടെ തല കൊയ്യാൻ മടിച്ചു നിന്ന അർജുനനെ താങ്കൾ നിർബന്ധിച്ചത്. തരം കിട്ടുമ്പോഴെല്ലാം സൂതപുത്രൻ സൂതപുത്രൻ എന്ന് വിളിച്ച് പരിഹസിച്ചതും ബഹുമാനം കൊണ്ടായിരിക്കും. ഒരു പോറൽ പോലും ഏൽക്കാതെ അമ്മയ്ക്ക് നൽകിയ വാക്കു പാലിച്ച എന്നെ ഏത് യുദ്ധധർമ്മം അനുസരിച്ചാണ് കൊന്നത്? പറയൂ സൂത്രധാര. കൃഷ്ണന്റെ മുഖം വിളറി. മന്ദസ്മിതം മാഞ്ഞു മറുപടിയോതുവാൻ ഒരു പദം മോതാതിരുന്നു കണ്ണൻ. നിദ്രഭാരം താണ്ടി പൊടിയുന്ന വേദന നനയുന്ന കണ്ണുമായി മോഹനായി, നനയുന്ന കണ്ണുമായി മോഹനായി. യുദ്ധം കഴിഞ്ഞ് ഹസ്തിനപുരിയോട് യാത്ര പറയുമ്പോൾ അന്ന് ധൃതരാഷ്ട്രർ പറഞ്ഞു, കൃഷ്ണ, ഒരു യുദ്ധത്തിലും ആരും ജയിക്കുന്നില്ല, ആരും തോൽക്കുന്നുമില്ല. ജയിച്ച പക്ഷത്തിന്റെ തേരാളി എന്നുള്ള അഹങ്കാരം വേണ്ട എന്ന സൂചന. വലിയ ഭയത്തോടെയാണ് ഗാന്ധാരി മാതാവിന്റെ അടുക്കൽ ചെന്ന്. അപ്പോഴും അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ചാടിയിട്ടൊഴുകുകയാണ്. കൃഷ്ണ, ഞാൻ നിന്നെ ശപിച്ചു പോയി കൃഷ്ണ, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. സ്വന്തം മക്കളുടെ പട്ടടയിൽ ഒരമ്മയ്ക്ക് മറ്റെന്തു ചെയ്യാൻ കഴിയും കണ്ണ?
അമ്മേ, എനിക്ക് അശേഷം പരിഭവമില്ല. അഹങ്കാരികളും ദുർവൃത്തരുമായ യാദവ കൂട്ടം നശിച്ചേ പറ്റൂ. 3 പതിറ്റാണ്ട് കുറെ കൂടിപ്പോയില്ലേ അമ്മേ? പെട്ടെന്നാണ് ഗാന്ധാരി മാതാവിന്റെ പിന്നിൽ ഒരു തേങ്ങൽ ദുഷ്ടള. കൗരവർക്കും പാണ്ഡവർക്കും ഒരേ ഒരു പെങ്ങൾ, തനിക്കും അവൾ കുഞ്ഞു പെങ്ങൾ. യുദ്ധം അവളെ വിധവയാക്കി. ഭർതൃരാജ്യം സൈന്ധവം അനാഥമാകപ്പെട്ടു. ഏക മകൻ സുരഥൻ ഇന്ന് മനോരോഗിയാണ്. പാപം. ദുഷ്ടളയുടെ ഓർമ്മമായി മുൻപ് അതാ മുൻപിൽ വന്ന് നിൽക്കുന്നു ഒരു ബീഭത്സരൂപം. കണ്ഠം മുറിഞ്ഞു ചീറ്റുന്ന ചിഞ്ചോരയിൽ ആകെ കുളിച്ച ബീഭത്സരൂപം. കൺകളിലാളെ പടർന്നോരഗ്നിയിൽ നിന്നുയരുന്നോരു ചോദ്യമെന്തേ? സൈന്ധവരാജൻ ജയദ്രഥൻ, ദുഷ്ടളയുടെ ഭർത്താവ്, ഈ കണ്ണുകൾ ഇടറി അവൻ അലറി, കാപട്യക്കാരനായ കണ്ണാ! കരുതി വെച്ച കുതന്ത്രങ്ങളെല്ലാം കഴിഞ്ഞുവല്ലേ? നിന്റെ വംശനാശം കണ്ട് പൊട്ടിച്ചിരിക്കണം എനിക്ക്. ജയദ്രഥ, എല്ലാം കഴിഞ്ഞില്ലേ? ഇനിയും ഇല്ല, ഭാരത യുദ്ധം കഴിഞ്ഞ കഥയല്ല, ഇനി വരാനിരിക്കുന്ന കഥ കൂടിയാണ്. ഓർക്കുന്നോ? സൂര്യാസ്തമയത്തിന് മുൻപ് എന്നെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ തീയിൽ ചാടുമെന്ന് പറഞ്ഞു പാർത്ഥൻ. താങ്കൾ എന്തൊരു ചതിയാണ് ചെയ്തത്! ആയുധം തൊടില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത് താങ്കൾ സുദർശന ചക്രം പ്രയോഗിച്ച് സൂര്യബിംബം മറച്ചു. സന്ധ്യയായി എന്ന് തോന്നിപ്പിച്ചു. കോട്ടയ്ക്ക് വെളിയിൽ വന്ന എന്റെ തല തകർത്തു. ഒന്നും ഞാൻ മറന്നിട്ടില്ല കണ്ണാ. മൂളി വന്നെത്തുന്ന തേങ്ങും ശരങ്ങളിൽ പാടിയോരെന്നുള്ള നീരിടുമ്പോൾ ഹൃത്തടം വിങ്ങുന്നൊരാമുരളീരവം സത്യമാണെന്നോതി നീ അറിഞ്ഞോ? പൊടുന്നനെ കാട്ടിൽ ഒരു നിലവിൽ. കാട്ടിലകൾ കൂട്ടം കൂട്ടമായി പറക്കുന്നു. മൃഗങ്ങൾ പ്രാണഭയത്തോടെ പായുന്നു. അതാ വികൃതമായ ഒരു മനുഷ്യരൂപം. അവൻ കണ്ണനെ കണ്ട് പൊട്ടിച്ചിരിക്കുന്നു. മേലാസകലം പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങളിലും ഈച്ചകളെ ആട്ടിപ്പായച്ചുകൊണ്ട് അവൻ തുറിച്ചു നോക്കി. ആരിതു കണ്ണനോ? കണ്ണിനാൽ കണ്ടു ഞാൻ കർപ്പൂര ദീപമായി നിന്റെ അന്ത്യം. എന്നെ ഓർമ്മയുണ്ടോ? ദ്രോണപുത്രനായ അശ്വത്ഥാമാവ്. എന്റെ പേര് ആനക്കിട്ടുകൊടുത്ത ഈ കള്ളൻ അതിന്റെ തല തകർത്തു. എന്നിട്ട് കള്ളം പറയാത്ത ധർമ്മപുത്രനെ കൊണ്ട് കള്ളം പറയിച്ചു. അശ്വത്ഥാമ ഹത. മകൻ മരിച്ചെന്ന വാർത്ത കേട്ട് ആയുധം താഴെ വെച്ച് അച്ഛനെ കൊല്ലിച്ചു. ദേവിനെ കൊന്ന മഹാപാപി, നീ മരിക്കണം, ഇങ്ങനെ തന്നെ മരിക്കണം. ദ്രൗണി, നിനക്ക് ഭ്രാന്താണ്. എന്നെ ഭ്രാന്തനാക്കിയത് ആര്? എന്നെ ചതിച്ചവരെ ഞാനും ചതിച്ചു. അതിന് നീ എന്നെ ശപിച്ച ഈ പരുവമാണ്. നിനക്ക് മരണമെടുത്തു, എനിക്ക് മരണമില്ല. എനിക്ക് മരണമില്ല. ഞാൻ ഇതിലെല്ലാറ്റിനും സാക്ഷി. പകയുടെ പ്രതികാരത്തിന്റെ മൂർത്തിയായി ഞാൻ എല്ലായിടത്തും നിൽക്കുന്നു. ദ്രൗണി, മാറി നിൽക്ക്, നമുക്ക് സമയമായി. പെട്ടെന്ന് ധാരുതൻ വന്ന് ഭഗവാനെ ഉണർത്തിച്ചു. ഭഗവാനെ, ഭഗവാനെ! ദ്വാരക മൊത്തം കടലെടുത്തു. യാദവന്മാർ മുച്ചോടെ മുടിഞ്ഞു. നമ്മുടെ ജ്യേഷ്ഠൻ ബലഭദ്രസ്വാമി എന്നേ മരിച്ചു. രുക്മിണിയും സത്യഭാമയും ഒക്കെ ആത്മാവ് നഷ്ടപ്പെടാറായിരിക്കുന്നു. അർജുനൻ വന്നില്ലേ? വന്നു. അന്തഃപുര സ്ത്രീകളെ ഹസ്തനത്തിലേക്ക് ആക്കുന്നത് വഴി കാട്ടാളന്മാർ സ്ത്രീകളെ കൊണ്ടുപോയി. അർജുനൻ എതിർത്തില്ലേ? എങ്ങനെ എതിർക്കാൻ? ഗാന്ധീവം പൊങ്ങണ്ടേ? അർജുനൻ വരില്ലേ? നമ്മുടെ അന്ത്യനിമിഷമായി എന്ന് അവനോട് പറഞ്ഞില്ലേ? അവൻ നമ്മെ കാണാൻ വരുന്നില്ലേ? ഇല്ല ഭഗവാൻ, അർജുനന്റെ മനസ്സിപ്പോൾ ഭ്രാന്തമാണ്. അമ്പൊഴിഞ്ഞേ പോയോരവനാഴി ചുംബിച്ചിടുന്നു, പൂലമ്പിടുന്നു. പൊങ്ങാത്ത ഗാന്ധീവം മണ്ണിലൂടെ കേറി വലിച്ചു കരഞ്ഞിടുന്നു. മതി, കേട്ടതെല്ലാം മതി. ധാരുക, നമുക്ക് തേരാളിയായി ഇന്നോളം കൂടി നിന്ന് നിനക്ക് നന്മ വരട്ടെ. കൃഷ്ണൻ ഒരു നിമിഷം ധ്യാനനിരതനായി. പൂർണ്ണ പുണ്യാവതാരം, പൂർണ്ണ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. ശ്യാമമാധവൻ ഊതിക്കാച്ചിയ പൊന്നുപോലെ പ്രശോഭിച്ചു. പ്രപഞ്ചാത്മാവിനെ ധ്യാനിച്ചുകൊണ്ട് ഉർവൈരതായ ചാതായാം സംവാദാഗ്നി പ്രസിദ്ധതു. ഭൂമിയിലെ സകലമായ യുദ്ധങ്ങളും അവസാനിക്കട്ടെ. ഓം ശാന്തി ശാന്തി.
പ്രാർത്ഥനയോടെ പാദത്തിൽ തുളച്ചു കയറിയ ശരം വലിച്ചെടുത്തു. വലിച്ചെത്തുന്ന തണുത്ത കാറ്റും മന്ത്രിച്ചു. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈന്യം ത്രേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. പൊടുന്നനെ കാളമേഘങ്ങൾ നിറഞ്ഞ ആകാശത്ത് ഒരു സ്വർണ്ണരഥം പ്രത്യക്ഷപ്പെട്ടു. അത് പതുക്കെ താണ് വന്നു. ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി. മുനിവൃന്ദം കീർത്തനങ്ങൾ ആലപിച്ചു. സ്നേഹസുധാമയ ഗാനം പാട മൃദുമുരളികയായി ഉണരൂ കണ്ണാ, മൃദുമുരളികയായി ഉണരൂ കണ്ണാ, ഹൃദയരാമയ മധുരം പകര ഗീതാമൃതമായി ഉണരൂ ദേവാ, ഗീതാമൃതമായി ഉണരൂ ദേവാ, ഗീതാമൃതമായി ഉണരൂ ദേവാ. നന്ദി.